ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ കാളി എന്ന പുസ്തകത്തിനെ കുറിച്ചാണ്. 9 ചെറുകഥകളിലൂടെ നമ്മൾ കണ്ടുമറന്ന കഥാപാത്രങ്ങളെ വളരെ ഭംഗിയായ സ്ത്രീകളുടെ വേഷങ്ങളെ ചിത്രീകരിക്കുന്നതാണ് കാളി എന്ന പുസ്തകം. നമുക്ക് ഏറെ പ്രിയപ്പെട്ട അശ്വതി ശ്രീകാന്താണ് ഇത് രചിച്ചിരിക്കുന്നത്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അഭയം തേടാനുള്ള സ്ത്രീകളുടെ കഴിവിനെ പ്രകീർത്തിക്കുന്നവയാണ് ഈ ചെറുകഥ. സ്ത്രീഭാവങ്ങളെ 9 കഥകളിലേക്ക് പകർത്തിയിരിക്കുകയാണ് ഇവിടെ. ഭർത്താവിൻ്റെ ഇഷ്ടമാണ് തൻ്റെ ഇഷ്ടമെന്ന് അതിനെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആനിയമ്മയും മാതാപിതാക്കളുടെ ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസം ചെയ്യുന്ന പെൺകുട്ടിയെയും ജാതകപ്പൊരുത്തം മാത്രം നോക്കി ജീവിക്കുന്ന പെൺകുട്ടിയുടെ കഥ, ഇതൊക്കെയാണ് ഈ കഥാസമാഹാരത്തിലുള്ളത്. 9 സ്ത്രീ വിഭാഗങ്ങളുടെ കഥ പറയുന്നതാണ് കാളി. സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങളെയാണ് ഈ കഥയിൽ പറയുന്നത്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് മുന്നിലുള്ള ജീവിതങ്ങളെയാണ് ഇത് വരച്ചു കാട്ടുന്നത്. കണ്ടു മറന്നതോ പറഞ്ഞു മറന്നതോ ആയ പെൺ ജീവിതങ്ങളെക്കുറിച്ചുള്ള എഴുത്തുകളാണ് കാളി എന്ന നോവൽ അല്ലെങ്കിൽ ചെറുകഥ. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സ്ത്രീ എങ്ങനെ ആകണം എന്ന് പോകുന്ന കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. എല്ലാ ഇമോഷൻസും അടങ്ങുന്ന ക്യാരക്ടേഴ്സാണ് ഇതിൽ ഉള്ളത്. കെട്ടിയ മുടിയെന്ന് അഴിച്ചിട്ടാൽ മതിയല്ലോ പെണ്ണുങ്ങൾക്ക് ആളുമാറാൻ. പൊട്ടു തൊട്ടാലൊന്ന്, തൊടഞ്ഞാൽ മറ്റൊന്ന്, വളയിട്ടാലൊന്ന്, ഇട്ടില്ലെങ്കിൽ മറ്റൊന്ന്, കണ്ണെഴുതിയാലൊന്ന്, അല്ലെങ്കിൽ മറ്റൊന്ന്, അങ്ങനെ മാറിക്കളയും പെണ്ണുങ്ങൾ. അങ്ങനെ മാറിക്കളഞ്ഞു സാവിത്രിയും. ഇത് ഈ കഥാസന്ദർഭത്തിലെ കുറച്ച് ഭാഗങ്ങളാണ്. ഈ കഥയിലെ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിതം വരച്ചു കാട്ടുന്നതാണ് ഈ ചെറുകഥാ സമാഹാരം. നോവൽ വായിച്ചിട്ട് എന്ത് കാര്യം, കഥ ചോദിച്ചിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരോട് നോവൽ വായിച്ചിട്ടും കഥ വായിച്ചിട്ടും നിങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. നാം എല്ലാം സ്ഥലം കൊണ്ടും കാലം കൊണ്ടും പരിമിതപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളാണ്. എവിടെയെങ്കിലും ജനിച്ച് കുറച്ചു കാലത്തേക്ക് ജീവിച്ച് മരിച്ചു പോകുന്നവരാണ് നാം എല്ലാവരും. മനുഷ്യവംശത്തിൻ്റെ ജീവിതമാകട്ടെ അനന്തമാണ്. ഈ ജീവിതത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകുന്ന ക്ഷണപത്രമാണ് സാഹിത്യം എന്ന് പറയുന്നത്. അതിലെ ഒരു ചെറുകഥ സമാഹാരത്തിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. സാധാരണ ജീവിതങ്ങളിലെ ഓരോ സങ്കടങ്ങളും സങ്കല്പങ്ങളും ലളിതമായി എഴുതാൻ അശ്വതി ശ്രീകാന്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാളി എന്ന പുസ്തകത്തിൻ്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.